നമ്മളിപ്പോൾ ഉള്ളത് നാട്ടുപാറയാണ്. ഈ നാട്ടുപാറ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ പല പ്രദേശങ്ങളിലായി പല വീടുകളിലായി ഒച്ചിൻ്റെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. ഈ മഴക്കാലം ആകുന്നതോടുകൂടി ഒച്ചിൻ്റെ ശല്യം ഈ ഭാഗങ്ങളിൽ പല വീടുകളിലുമായിട്ട് രൂക്ഷമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ദുർഗന്ധം കൂടുതലാണ്, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അങ്ങനത്തെ കുറേ വിഷയങ്ങളാണ് ഇവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തായാലും ചെറിയ രീതിയിൽ ഒച്ചല്ല, ഒരു ആഫ്രിക്കൻ ഒച്ച് എന്ന രീതിയിലാണ് അത് ഉള്ളത്. വലിയ ഒച്ചാണ്, ചെറിയ രീതിയിലും വലിയ രീതിയിലും എല്ലാം വ്യാപകമായിട്ട് ഈ മേഖലയിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭയങ്കര ബുദ്ധിമുട്ട്, വീട് ഒഴിഞ്ഞു പോകാൻ തോന്നുന്നു, അത്രയും കഷ്ടപ്പെടാം. ചിലപ്പോൾ ഒരു 400 എണ്ണെല്ലാം ഉണ്ടാവും, ചെറിയ കുഞ്ഞുങ്ങൾ ഇത്ര ഇതാ. ഈ കപ്പ നിറയെ ഉണ്ടായിരുന്നു ഒരു ദിവസം. ഞാൻ മുഴുവൻ ഈ കപ്പ ഇങ്ങനെ ആക്കിയതെല്ലാം ഒച്ചാണ്. ഞാൻ ഇത് പച്ചക്കറി ഇട്ടായിരുന്നു, ഇവിടെ കുറച്ച് പയർ മുഴുവൻ നിന്ന് തീർത്ത്, ഒരു സാധനം വെച്ചേക്കില്ല. അവർ തുളസി ഇങ്ങനെയുള്ള ചെക്കി ഇതല്ലേ തിന്നാണ്ടില്ലോ, ബാക്കിയെല്ലാം നശാക്കുന്നു. കോവ ഇന്നല്ല എല്ലാവരും കളയുന്നത്. ആരോഗ്യ പ്രശ്നം തലവേദന, മണം അടിക്കുമ്പോൾ ഭയങ്കര തലവേദന വരുന്നത്. പിന്നെ കഫം പുറത്തേക്ക് പോകില്ല, ആ സമയത്ത് കഫം ഇങ്ങനെ കെട്ടിക്കിടക്കില്ല. അത് ഞാൻ ആവി പിടിച്ച് കളി ചെയ്യുന്നത് 2-3 പ്രാവശ്യം ഈ മണം കൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് എന്ത് കാരണത്താലും എനിക്ക് തലവേദന വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ മൂക്കിന് കെട്ടിയിട്ട് അധികം ചെയ്യൽ, മൂക്കിന് കെട്ടാത്ത ദിവസമാണ് എനിക്ക് തലവേദന എടുക്കുന്നത്. ഭയങ്കര വിഷമമാണ്. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക്. ഞാൻ ഇതിനിടയ്ക്ക് വിചാരിക്കുന്നു ഒഴിഞ്ഞു പോകാമെന്ന്. അത്ര ഉണ്ടാവും. ഒരു വൈകുന്നേരം ഒരു 150-60 എണ്ണെല്ലാം ഉണ്ടാവും. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇങ്ങനെ ഒരു വട്ടത്തിൽ, ഇത്രയും വട്ടത്തിൽ നിറയെ ഉണ്ടാവും. അത് കാണുമ്പോൾ അസ്വസ്ഥത, നമുക്ക് ഞെട്ടലാണ് വരുന്നത്. തീരെ ഒരു ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥയിലാണുള്ളത്. പിന്നെ പറഞ്ഞാൽ വെണ്ണീറുള്ള ആ ഭാഗത്ത് വരുന്നില്ല. ഈ ചാരമുണ്ടല്ലോ, മട്ടൽ വറകെല്ലാം കത്തി ഉപ്പെല്ലാം കൂടുതലുള്ള അതിട്ടാൽ, ആ വെണ്ണീറിട്ടാൽ വരുന്നില്ല. പിന്നെ എന്താ പറയുക, ഇതെല്ലായിടത്തും ഇവിടെയിപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ 3 ദിവസമായി ഞാൻ അതിനെ നോക്കാത്ത, കാരണം എനിക്ക് തീരെ വയ്യ. പനി ആയതുകൊണ്ട് കിടപ്പാതെ തീരുമാനം എടുക്കണം. കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും കൂടെ വിളിച്ചിട്ടൊരു തീരുമാനം എടുക്കണം. ഇതിപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ക്ലാസ് വെച്ചായിരുന്നു ഇവർ, ഒച്ചിൻ്റെ ആ വകയിലൊരു ക്ലാസ് വെച്ചായിരുന്നു. അവരെന്ന് പറഞ്ഞ് താറാവിനെ വളർത്തണം, പിന്നെ ഞങ്ങളൊരു ലഘുലേഖ അടിച്ചിറക്കുക, പിന്നെ ഈ എന്താ പറയുക ഗ്ലൗസ് തരാം, പിന്നെ പറഞ്ഞത് ഈ ഉപ്പ് കുമ്മായം ഇതെല്ലാം ഇട്ടി തരാമെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ അവർ ഏത് കാലം തരാനാണ്? ഒരു പഞ്ചായത്ത് ഒരു ഇതെല്ലാം ഏറ്റെടുത്താൽ അതിപ്പോൾ തിരിച്ച് അവരെ ആ ഒരു ഇതിൽ പാസ്സായി കിട്ടണമെങ്കിൽ കുറച്ച് ദിവസം വേണ്ടേ. അതുകൊണ്ട് അതിപ്പോൾ ഏത് ദിവസമാണ് വരുന്നത് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ ഇതിന് ഗ്രാമസഭ ഓടീന്, അത്രയും പെട്ടെന്ന് കിട്ടിയാൽ നമുക്ക് അത്രയും നല്ലത്. കാരണം ഇവർ ആവില്ല. ഒരു 10 ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ദിവസം ഇതിൻ്റെ മുമ്പിൽ ഒരു 300 എണ്ണം ഉണ്ടായിരുന്നു. ഇതിൻ്റെ താഴെ അത് ചെറുതാണ്, ഇത്രയില്ല. അത് നമുക്ക് വല്ലാതെ അറപ്പാന്ന് കാണുമ്പം. ശരിക്ക് കണ്ട് നിൽക്കാൻ പറ്റാതെ. ഇത് ഞാനീന് ഇറങ്ങുന്നുള്ളൂ, ഇവരൊന്നും ഇതിന് ഇറങ്ങുന്നില്ല. ചിലപ്പോൾ ഇത്ര എണ്ണം ഉണ്ടാവും. വലിയ ഒരു ഓട് ഞാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, കാണിക്കാൻ ആരെങ്കിലും വന്നാൽ. അത്രയും വലുതാണ് സാധനം, ഇത്ര വണ്ണമുണ്ട് ശരിക്കും. അവരോട് ഞാനായിട്ട് എടുത്തു വെച്ചിട്ട് എൻ്റെ മുഖത്തെ ഭാഗമെല്ലാം പോയിന്, ബാക്കി ഭാഗം ഉണ്ട്. ഇപ്പോൾ ഇപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. നമ്മളെ ബാട്ടേൽസ് കമ്പനീൻ്റെ താഴെ താമസം പ്ലൈവുഡ് കമ്പനി ഉണ്ടല്ലോ, അവിടുന്ന് പോലാന്ന് ഇറക്കം തുടങ്ങിയത്. കമ്പനീൻ്റെ എന്തെങ്കിലും ആണോ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വരുന്നതാണോ? ഇതുവരെ ഉണ്ടായില്ല. ഇപ്പം 2-3 കൊല്ലമായി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആണ് കൂടുതലായത്. വീടിലെ ചുമര് തേച്ചും അരിച്ചിട്ടുള്ളത്, റോഡും തേച്ചും നിറഞ്ഞിട്ടുള്ളത്. പിന്നെ കിണറിൻ്റെ പള്ളക്കെല്ലാം പറ്റുന്നത്. അതിപ്പം നമ്മൾ പാടയും മലയെല്ലാം കൊണ്ടിട്ടിട്ടാണ് ഉള്ളത്. അതിപ്പം വീണിട്ടുണ്ടെങ്കിൽ പിന്നെ മിഞ്ഞാന്ന് ഒരു കുറുക്കൻ ചത്തിട്ടുണ്ട്. അതിൻ്റെ 2 ദിവസം മുമ്പിൽ ഒരു പന്നിയും ചത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് തിന്നിട്ടുണ്ടത്. അതിൻ്റെ എന്തോ ആണെന്ന് എനിക്ക് ഡൗട്ട് കൂടി. വ്യക്തമായിട്ട് ചെയ്യാം. അപ്പം നമുക്കൊരു പേടി, നമ്മൾ എന്തെങ്കിലും സംഭവിക്കോ എന്തെങ്കിലും ആണെന്ന് സംശയമുണ്ട് നമുക്ക്. എന്തെല്ലോ തലവേദനയും അതും ഇതെല്ലാം ആകുന്നുണ്ട്. എന്തെല്ലോ വർഷം ഇങ്ങനെ ചൊറിയും പോലെ ഉണ്ട്. ഇതെന്തോ മാരക വിഷം തന്നെ എനിക്ക് തോന്നുന്നു. ഇതിനെപ്പറ്റി ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സർക്കാർ എന്തെങ്കിലും ഒരു സംവിധാനം ആക്കി തന്നെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ. പറ്റിപ്പോൾ നമ്മൾ പ്രതിരോധിക്കാൻ എന്തെങ്കിലും മാർഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല. അവരെ ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു ഒച്ചിനെ വളർത്തിയാൽ ഉണ്ടാവും, തീരുമെന്നെല്ലാം പറഞ്ഞു. ഇപ്പം എന്താ ആവുമെന്നൊന്നും പറയാം. ഇത്ര വണ്ണുള്ളിൽ പൊച്ച് ഒതുങ്ങുമോ? വേറെ എന്തെങ്കിലും മാർഗം ആവുമെന്ന് അവർ അന്വേഷിച്ച് വരണം. ഇപ്പോൾ
പല ഭാഗങ്ങളിലും എല്ലാ ഭാഗത്തും വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ ഒരു 100-150 കഴിഞ്ഞിട്ട് സന്ധ്യക്ക് ഒന്ന് നടന്നിട്ടാണ് ഉപ്പിടുന്നത്. രാവിലെ എഴുന്നേറ്റിട്ടും എനിക്ക് തന്നെ ജോലി, വേറെ ജോലി. രാത്രി മുഴുവൻ എന്താ പറയുക, രാത്രി മുഴുവനാണ് ഇത് രാത്രി 12 മണി വരെയാണ് എൻ്റെ ഒന്നാമത്തെ ഇത് വരവ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയില്ല, പിന്നെ നമ്മൾ നോക്കുന്നില്ലല്ലോ, പിന്നെ നമ്മൾ ഉറങ്ങിയില്ലേ. ഇവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ദുർഗന്ധമൊക്കെ കാരണം വീട്ടിലൊക്കെ നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും ഏറ്റവും പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം ഈ രാത്രികളിലാണ് കൂടുതലായിട്ടും ഈ ഒച്ച് ഉണ്ടാവുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാത്രികളിൽ ഇറങ്ങി നടക്കുവാനോ അല്ലെങ്കിൽ വീടുകളിലെ ചുവരുകളൊക്കെ നോക്കിയാൽ ഒരുപാട് ഒച്ചിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഭാഗങ്ങളിൽ നേരിടുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അതിനുമായിട്ടൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയാൽ അവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഓരോ ഭാഗങ്ങളിലുമുണ്ട്, അത് ആരോഗ്യപരമായിട്ടും മറ്റെല്ലാ രീതിയിലും അത് ബാധിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടുത്തെ അധികൃതർ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട നടപടി എടുത്ത് ഇവിടുത്തെ ആ ഒരു ഒച്ചിൻ്റെ ശല്യം എത്രയും പെട്ടെന്ന് കുറയ്ക്കാൻ ആവശ്യമായ ഒരു നടപടികൾ എടുക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത്. ആ ഒരു നടപടി എത്രയും പെട്ടെന്ന് എടുക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനറ്റ്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.